വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഐഷ ഫ്രം കേരള. അപ്പം ഇന്നത്തെ വ്ളോഗ് നമ്മൾ ചെറിയ ചെറിയ വീട്ടുവിശേഷങ്ങളാണ്. അപ്പം ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മിറ്റം തൂക്കം ഇറങ്ങിയപ്പോഴാണ് ചെടികളിലെല്ലാം പൂവെന്ന കാര്യം പറഞ്ഞത്. കാണാൻ നല്ല ഭംഗിയുള്ള റോസാപ്പൂവും അതുപോലെ ചെമ്പരത്തിപ്പൂവും എല്ലാ പൂക്കളും വാങ്ങിയോ വീണിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. ജ്യൂസ് അടിക്കാൻ വേണ്ടി നല്ല പഴുത്ത മാങ്ങ, പക്ഷേ ഒന്നും കിട്ടിയില്ല, നിർഭാഗ്യമായിപ്പോയി. കുഴപ്പമില്ല, നെക്സ്റ്റ് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും മീൻ കറിയാണ്. പുട്ടും കടലയുമല്ല, പുട്ടും കടലക്കറിയും പുട്ടും പയറും പപ്പടവും ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ എൻ്റർലി ഡിഫറെൻ്റായിട്ട് ഞങ്ങൾ ഇവിടെയൊക്കെ പുട്ടും മീൻ കറിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇന്ന കറിയെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള കറി നമ്മൾ പുട്ടിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും ദോശയുടെ കൂടെ ആയാലും കഴിക്കാറുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഇന്നത്തെയും പോലെ ചോറും കറിയും പിന്നെ തോരനൊക്കെ ആയിരുന്നു. ഇത് ഞാൻ വൈകിട്ട് കോളിഫ്ലവർ വെച്ചെന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി. അതിനായിട്ട് ഞാനിവിടെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അതിലോട്ട് ഞാൻ ഒരു 2-3 അല്ലി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലോട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ആവശ്യത്തിന്, എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് എല്ലാം ശേഷം ഞാൻ സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സോയാ സോസ് ഒരു 2-3 അടപ്പ് സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം 1/4 കപ്പോളം അരിപ്പൊടി എടുക്കുക. അരിപ്പൊടി അതിനകത്തോട്ട് ആഡ് ചെയ്ത് അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് കൈ കൊണ്ട് മാഗ്നേറ്റ് ചെയ്തെടുക്കുക. ഇത് ഒരു 2-3 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം തിളപ്പിച്ച എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നല്ല മുരുമരാന്നുള്ള കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് പിന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ചട്നിയുടെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ ഇപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് ഡയറ്റിങ്ങിലാണ്. ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വൈകുന്നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ ജ്യൂസ് അടിച്ചു കുടിക്കാറുണ്ട്. അങ്ങനെ ഇന്ന ജ്യൂസൊന്നുമില്ല, ഏതെങ്കിലും ഇപ്പം മാങ്ങയാണ് ഉള്ളെങ്കിൽ മാങ്ങ ജ്യൂസ് അടിച്ചു കുടിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇപ്പം ഇന്ന് ഞാൻ റോസ് മിൽക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് അതേ ഉള്ളായിരുന്നു, അതുകൊണ്ട് അത് ഉണ്ടാക്കി. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഒരു വഴിയിൽ ഞാൻ ഡയറ്റ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിലൊക്കെ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ രാവിലെ നിരാശപ്പെടുത്തിയ മാങ്ങ കിട്ടിയിട്ടുണ്ട്. വൈകിട്ട് അടർന്നു വീണ അങ്ങനെ